ആശംസകൾ കേട്ടോ. ഇന്നിവിടെ ഈദിൻ്റെ ലീവാണ്, എല്ലായിടത്തും ഈദിൻ്റെ ലീവ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലീവായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ വീടൊന്ന് പോയി നോക്കണം. കുറച്ച് മീറ്റിങ്ങും നമ്മുടെ ഇൻറ്റീരിയർ അവരായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ പണി എന്തായി എന്നൊക്കെ ചോദിക്കുന്നവരോട് തകൃതിയായി നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് സ്പീഡിൽ നടക്കണം എന്നല്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കുന്നത് രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഇതിൻ്റെ സ്പെഷ്യൽ. രംഷേട്ടനും എന്തായാലും ഓഫീസ് ലീവാണ്, മിത്തുക്കുട്ടിക്കും ലീവാണ്. അപ്പോൾ ഇപ്രാവശ്യം ലോങ് വീക്കെൻഡായി, സാറ്റർഡേ സൺഡേ മൺഡേ. പക്ഷെ നമുക്ക് എങ്ങനെ പോകാനൊന്നും പറ്റിയില്ല, ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഓരോ തിരക്കുകളൊക്കെ ആയ കാരണം. അപ്പോൾ നമുക്ക് ആദ്യം വീട് പോയി നോക്കാം. അപ്പം നമ്മളിതാ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ എല്ലാ ആഴ്ചയാണ് കേട്ടോ വരുള്ളത്. രംഷേട്ടൻ ഇന്നും ഈവനിങ് ആകുമ്പോൾ വരും. ഇപ്പോൾ ഒരാഴ്ചയുടെ മുന്നേ വന്ന് നോക്കിയിട്ട് പിന്നെ വരുമ്പോഴേക്കും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കുറേ പണി തീർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്കെന്തോ അതുകൊണ്ട് ഞാൻ ഡെയിലി അങ്ങനെ ഞാൻ വരാറില്ല. രംഷേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ഈവനിങ് ആകുമ്പോൾ വരും. അപ്പം നമ്മുടെ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റീരിയർ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഇത് പഠിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ അവരായിട്ടുള്ള മീറ്റിംഗ് ആണ് ഇന്ന്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ ആക്ച്വലി നാട്ടിൽ പോണതിൻ്റെ മുന്നേ കണ്ടതാട്ടോ അവരെ. മറ്റേത് ഞങ്ങളെപ്പോഴും എവറി വീക്ക് കാണാറുണ്ട്, ബ്രഹ്മഷേട്ടൻ എപ്പോഴും കാണാറുണ്ട്. ഞാൻ നാട്ടിൽ പോയി വന്നിട്ട് പിന്നെ അവരിതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞു 2 മാസം 1.5 മാസമായല്ലോ കണ്ടിട്ട് എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കാർപ്പൻട്രി വർക്കൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പം മിത്തുക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. മിത്തുക്കുട്ടിക്ക് ജസ്റ്റ് വീട് കാണണം എന്ന് പറഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ വീട്ടിലിരുന്ന് പഠിച്ചു വന്നു, അപ്പോൾ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും അവൾക്ക് ബോറടിച്ചു വിട്ടു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. നീ പറഞ്ഞ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ കുറച്ച് പണിയിട്ടേന്ന് പറഞ്ഞ് മിത്തുക്കുട്ടി ബോറടിച്ച് കിൻഡൽ വായിക്കുകയാണ്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റഡി ടേബിൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, എന്നും ഈവനിങ് ആകുമ്പോൾ വന്ന് നോക്കൂട്ടോ രംഷേട്ടൻ. കാരണം നമ്മൾ ഇൻറ്റീരിയേഴ്സിനായിട്ട് ഫുൾ 3D ഒക്കെ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവർ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഓരോ റൂമിലും ഓരോ സ്ഥലത്തും എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ അടക്കം ഒട്ടിച്ചിട്ട് കാർപ്പൻട്രി വർക്കിന് ബുദ്ധിമുട്ട് വരാതിരിക്കാം. പക്ഷേ എന്നാലും നമുക്കറിയാലോ, ഒരു വീട് പണിയുമ്പോൾ നമുക്കറിയാമല്ലേ. അപ്പോൾ അത് നമ്മൾ ഫുൾ വീടായിട്ട് പണിയാണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഡെയിലി പോയില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു അപാകതകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആവിലെ ചെയ്തിട്ടുണ്ടാവുക. അവർ ചെയ്തതിൽ അപാകതയില്ല, പക്ഷെ നമ്മൾ എന്താണോ വേണ്ടതെന്ന് പറഞ്ഞത് അതിലെന്തെങ്കിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അന്നന്ന് പോകുമ്പോൾ എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും അവർക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കുറേ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലംബിങ്, ഇലക്ട്രിക്കൽ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ല, ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ജസ്റ്റ് നോക്കാം. പക്ഷെ നമ്മൾ സ്വപ്നം കണ്ട വീട് നമ്മൾ ഉദ്ദേശിച്ച, പ്രത്യേകിച്ച് ഞങ്ങൾ 2 പേർക്കും ഓരോ സ്ഥലത്ത് എങ്ങനെയൊക്കെ വേണമെന്ന് ഭയങ്കരമായിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വന്ന് നോക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തിരുത്താൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കലല്ലേ, അവർ ഫുൾ പണിയും ചെയ്ത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് വീട് നോക്കി കഴിഞ്ഞിട്ട് അവരോട് പറയാം അത് പറ്റില്ല അതുപോലെ വേണം പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ, ഈ വർക്കേഴ്സിനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ രംഷേട്ടൻ ഡെയിലി ഈവനിങ്ങിൽ വന്ന് നോക്കും. ഒരു ദിവസം പോലും പോകാതിരിക്കില്ല കേട്ടോ. എന്നും പോയിട്ട് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇതെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് റെഡിയാക്കും. അപ്പോൾ ഇതുവരെയുള്ള പണിയിലൊക്കെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും ധൃതിയിൽ ചെയ്യുന്നത്, ധൃതിയിൽ നല്ല വേഗം ചെയ്യുന്നത് എന്താ വെച്ചാൽ ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് വീട് കിട്ടണം എന്നാണ്. അതായത് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് കയറി ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ വീട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണല്ലോ മെയിൻ. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ കണ്ണിൽ എന്തോ പോയിട്ട് രംഷേട്ടനോട് ഓതിത്തരാൻ പറയാണ്. ഫുൾ അവിടെ ഇങ്ങനെ വർക്ക് ആയതുകൊണ്ടേ കണ്ണിലൊക്കെ പൊടിയൊക്കെ പോയിട്ട്. അപ്പം അങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഫുൾ ഐഡിയ. വേറെ ഇനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തല്ലേ, പക്ഷേ അവിടെ എന്തൊക്കെ വെക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. എൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ വീടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. അപ്പം ഞാൻ ഓൾറെഡി ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് എന്തൊക്കെ വാങ്ങണം എന്നുള്ളതൊക്കെ. അതൊക്കെയാണ് എൻ്റെ പണി. ഇങ്ങനത്തെ വർക്കുകളൊക്കെ രംഷേട്ടൻ്റെ പണിയാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഏകദേശം പോയി വീടിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒരു വീട് ഫുള്ളായിട്ട് ഉണ്ടാക്കി കണ്ടാലാണ് ആ വീട് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയയും ഡിസൈനും ഒന്നും എനിക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പണ്ട് മുതലേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് 3Dയും ഡിസൈനൊന്നും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ വരുന്നൊന്നും മനസ്സിലായി. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീടായതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 മാസം ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി. ഇനി ഏത് വീട് കണ്ടാലും എനിക്കൊരു ഐഡിയ കിട്ടും. ഇത്ര കാലമായിട്ട് എനിക്കത് ഒരുപക്ഷെ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും, നമ്മൾ ഈ പണിക്കൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പോയി നോക്കുകയാണ്. കാർ പാർക്കിങ്ങിൻ്റെ അവിടെയും പിന്നെ മേലെയും ടോപ്പ് ഫ്ലോറിലും
പിന്നെ ടെറസിലും അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് നമ്മളിങ്ങനെ പോയി നോക്കാം. എല്ലാ സ്ഥലവും കാണാം, നമ്മുടെ വീട് മാത്രം കണ്ടാൽ പോരല്ലോ. ഒരു ബിൽഡിങ് ഇതാകുമ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും ഒന്ന് പോയി നോക്കണമല്ലോ. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഈ മെട്രോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ. ഈ മെട്രോ ഇങ്ങനെ വരുന്നത് രസമല്ലേ. എനിക്ക് മെട്രോവും ഫ്ലൈറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാണാൻ. എന്താണെന്ന് അറിയില്ല, മിത്ത് എന്നും കളിയാക്കും അത് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ 9 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ സമയം 12:30. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഇത്ര നേരം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ താമസിച്ച് തുടങ്ങി. ഈ മാസം കുറേ പേര് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഈ ജിം, ക്ലബ് ഹൗസ്, പാർക്ക് അതൊക്കെ ഫുള്ളായിട്ടില്ല കേട്ടോ. എങ്ങനെയായാലും എനിക്ക് തോന്നണു മൊത്തം ബിൽഡിങ്ങിൻ്റെ ഒരു പണി കഴിയാൻ ഒരു 2-3 മന്ത്സും കൂടെ എടുക്കുന്നുണ്ടാവും. നമ്മുടെ തന്നെ പിന്നെ ഓരോ ആൾക്കാരിങ്ങനെ വന്ന് അവരുടെ ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെ 20 നിലയിലും ബിൽഡിങ് അവരവരുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു ഫ്ലാറ്റ് ആകുമ്പോൾ എങ്ങനെയായാലും ഒരു 1 ഇയർ ആവുണ്ടാവില്ലേ. അതൊരു മൊത്തം ആളുകളൊക്കെ താമസിച്ച് മൊത്തത്തിലൊരു സൊസൈറ്റിയായി ഫോം ആവാൻ 1 വർഷമൊക്കെ എന്തായാലും എടുക്കുന്നുണ്ടാവും. പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരൊക്കെ അവരുടെ ഇൻറ്റീരിയർ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അതെല്ലായിടത്തും പണിയോട് പണിയാണ്. അപ്പോൾ ഒരു വർഷമൊക്കെ ഒരു 6 മാസമൊക്കെ എന്തായാലും കഴിയുണ്ടാവും ഈ ഭാഗങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഓണാവാൻ എന്നാണ് എനിക്ക് പേഴ്സണലി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അറിയില്ല ഇപ്പോൾ വേഗം ചെയ്ത് തീർക്കുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെന്തായാലും ഓഗസ്റ്റിൽ മാറും. അപ്പോൾ അപ്പോഴേക്കും പണി തീർക്കണം എന്നാണ് എത്രയായാലും പറയുമ്പോൾ. കുറച്ച് ഷിഫ്റ്റിങ്ങും ഇതൊക്കെ ആയിട്ട് പിന്നെ ഓഗസ്റ്റിൽ മാറിയാലും നമുക്ക് ഒരു മാസമൊക്കെ എടുക്കും നമ്മളൊന്ന് സെറ്റിലാവാൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കയറി ഇരുന്നാലും നമ്മളൊന്ന് സെറ്റാവാൻ നമുക്ക് സമയമെടുക്കും. അപ്പോഴേക്കും ഇവിടുത്തെ പണിക്ക് ഒരുവിധം തീരേണ്ടതാണ്. ഇപ്പോൾ സമയം 1 മണി ആയതുകൊണ്ട് ഫുഡൊന്നും ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയിട്ട് വേണം. അതുകൊണ്ട് നമ്മളിന്ന് പുറത്തുനിന്നാവാം ഭക്ഷണം എന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും ഈദല്ലേ, ഈദായിട്ട് ഞാൻ വല്ല സ്പെഷ്യലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അറിയാലോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഹെൽത്തും ഡയറ്റൊക്കെയാണ് മൺഡേ ടു ഫ്രൈഡേ. പക്ഷേ സാറ്റർഡേ സൺഡേ ഒരു രക്ഷയില്ല. രാവിലെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. പിന്നെ 1 മണി 2 മണി ചില ദിവസം രാത്രി കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്നെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാനാണ്, എവിടെ നിന്നെടുത്ത് ഭക്ഷണം കഴിക്കും. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിൽ വീട്ടിലേക്ക് കയറണവരെ തന്നെയാവും. കാരണം ഒന്നും ആയിട്ടില്ല. അടുത്ത ആഴ്ച മുതലാണ് അല്ലേ, ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ മുതൽ ഫുൾ സാധനങ്ങൾ വാങ്ങലാണ് കേട്ടോ. സോഫ അതൊക്കെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഐക്കിയയിലും അല്ലേ നമ്മുടെ ഫേർണിച്ചർ ഷോപ്പിലൊക്കെ പോയി നോക്കി. അത് രാത്രി എത്താൻ. അപ്പോൾ അങ്ങനെ ഓരോ വീക്കെൻഡും രാവിലെ മുതൽ രാത്രി വരെ ഈ വീടിൻ്റെ പണിക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കലും ഉണ്ടാക്കലൊക്കെ കണക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോണത് മാൽവൻ ധഡ്ക്കയാണ് കേട്ടോ. ഇവിടെ കാർഗറിൽ തന്നെ ഉള്ളതാണ്. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട്, ഇഷ്ടംപോലെ മുംബൈയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളിതുവരെ വന്നിട്ടില്ല, ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബിയൻസ്, അതായത് ഒരു എന്താ പറയുക, ഒരു പണ്ടത്തെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ആംബിയൻസ് എന്നൊക്കെ പറയില്ലേ. നിറയെ നാടൻ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ തവിയും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ പ്ലേറ്റുകളും ഗ്ലാസ്സുകളൊക്കെയാണ്. ഇത് പെയിൻറ്റിങ് ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ പെയിൻറ്റിങ്. മിത്തുക്കുട്ടി അവിടെ ഇരുന്ന് എക്കോറിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു താലി സ്റ്റൈൽ, അതായത് ഒരു പ്രോപ്പർ മഹാരാഷ്ട്രീയൻ ഓതൻറ്റിക് ആ ഒരു മാൽവാനി ടൈപ്പ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ മെയിൻ എന്ന് പറയുന്നത് സീ ഫുഡാണ് അവരുടെ മെയിൻ. അതല്ലാതെ ചിക്കനും പിന്നെ അതല്ലാതെ ചൈനീസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ ഇവിടുത്തെ ഫുഡ്, മഹാരാഷ്ട്രീയൻ ഫുഡ് കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നല്ല ടേസ്റ്റാണ് ആക്ച്വലി മഹാരാഷ്ട്രീയൻ ഫുഡ്. നമ്മുടെ നാട്ടിൽ കേരള ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമല്ലേ, അതേപോലെ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ മഹാരാഷ്ട്രീയൻ ഫുഡ്. അതല്ലാതെ തന്നെ ഫേമസ് ആയിട്ടുള്ള വടാപ്പാവ്, പാവ് ഭാജി, മിസൽ പാവ് ഒക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ മഹാരാഷ്ട്രീയൻ ഫുഡ്സാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റുമാണ്. അതേപോലെയാണ് അവരുടെ ലഞ്ചും അവരുടെ ബ്രേക്ക്ഫാസ്റ്റിലത്തെ ഫുഡുകളും എല്ലാതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോംലി ഫുഡിൻ്റെ പോലെ, അത് നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ ഇവിടെ മീനാണ് മെയിൻ എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവരിങ്ങനെ കാണിച്ചു തന്നു ക്രാബ്, പിന്നെ ബാക്കിയുള്ള മീനുകളുടെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം ഇവിടുത്തെ പേരുകൾ എനിക്കറിയില്ല. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ആണെങ്കിലും ഞാൻ നാട്ടിലെ മീനുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നാമത് എനിക്ക് ഇവിടുത്തെ പേരുകൾ, എനിക്ക് അങ്ങനെ ക്രാബായാലും ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്നും ഇങ്ങനെ കഴിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾ വേറൊരു ഫിഷ്, നമ്മുടെ നെയ്മീൻ്റെയൊക്കെ പോലത്തെ ഒരു ഫിഷ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫേമസ് ബോംബെ ഡക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ വീട്ടിൽ വാങ്ങിയിട്ടില്ല. എനിക്കെന്തോ അത് കാണുമ്പോൾ ഇങ്ങനെ വീട്ടിൽ വാങ്ങണം തോന്നിയിട്ടില്ല. ഇതവർ ഫസ്റ്റ് തന്നെ കുറച്ച് ചമ്മന്തി ടൈപ്പ് കൊണ്ടുവന്ന് വെച്ച് തന്നു. മിത്തുവിന്
എന്താ പറയുക ഫ്രൂട്ട് പഞ്ച് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി. ഇതാണ് ആ ഫിഷ് തവ ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു സാലഡും ആ ചട്നിയും പറയാതിരിക്കാൻ വയ്യാട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഫിഷിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ മറന്നുപോയി. എന്തോ ഒരു മറാഠി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചട്നികളാണെങ്കിൽ സൂപ്പറായിട്ട്, അതിലൊന്ന് മാങ്ങ ചട്നി, മാങ്ങയും തേങ്ങയും കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി, പിന്നെ പുതിന, പിന്നെ ഒരു തക്കാളി ചട്നി പോലെ അങ്ങനെ. എങ്ങനെയുണ്ട് ഫിഷ്? അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഈ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, പുതിന അതേ മാങ്ങ അടിപൊളി. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങയും തേങ്ങയും ഒക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ. അപ്പം ഞാനും രമേശേട്ടനും പിന്നെ കൊളോടെയാണ് പറഞ്ഞത് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചിക്കൻ അങ്ങനെ വാങ്ങിയില്ല, കാരണം സ്റ്റാർട്ടറായിട്ട് വാങ്ങിയില്ല. ഫിഷാണ് സ്റ്റാർട്ടറായിട്ട് വാങ്ങിയത്. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടർ ഉണ്ടല്ലോ, ഒരു ഫുൾ ഫാമിലിക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഞങ്ങൾ കുറച്ച് അധികമായി, കാരണം ഒരു ഫുൾ ഫിഷാണ് കേട്ടോ വാങ്ങിയത്. അത് ശരിക്കും നമുക്ക് 3 പേർക്കും കുറച്ച് അധികം, ഒരു 4-5 പേര് 6 പേരൊക്കെ ഉള്ള മൊത്തം ഫാമിലി വരുമ്പോൾ വാങ്ങാൻ പറ്റിയ സ്റ്റാർട്ടറാണ്. പിന്നെ മെയിൻ കോഴ്സായിട്ട് ഞാൻ വാങ്ങിയത് ബാക്രി, എൻ്റെ ഫേവറേറ്റ് ആണ് ബാക്രി. അതായത് നമ്മുടെ നാട്ടിലെ പത്തിരി പോലെ, പക്ഷെ കുറച്ച് കുറച്ച് വലുപ്പം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഉള്ളവരെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഡെയിലി ഉണ്ടാക്കുന്നത്. ഇത് പലതരത്തിലും ജാവറിൻ്റെ ബാക്കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിയതിൽ ഒരു അടിപൊളി ഫിഷ് കറി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്, ചിക്കൻ ഗ്രേവി. അത് തന്തൂർ ചിക്കൻ തന്തൂർ ചെയ്തത്, ചിക്കൻ കീമ എല്ലാം കൂടെ ആയിട്ട് കിടിലൻ ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പ്രോപ്പർ മഹാരാഷ്ട്രീയൻ ആയിട്ടുള്ള ഒരു മൽവാനി ഫുഡ് എന്നാണെങ്കിൽ പറയാം. മിത്തുക്കുട്ടി പിന്നെ ആസ് യൂഷ്വൽ പനീർ ബട്ടർ വാങ്ങിയില്ല, ഞാൻ ചീത്ത പറഞ്ഞു. ഇനി പനീർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടെങ്കിലും നീ ഇതൊന്ന് കഴിച്ചേക്കാം. അപ്പോൾ മിത്തു നാനും അത് ബാക്കറി വിഷയം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കനിൽ തന്നെ കുറേ ഉണ്ട്. ചിക്കൻ കോളിവാട ഇവിടുത്തെ മഹാരാഷ്ട്രീയൻ സ്പെഷ്യൽ. പിന്നെ ഈ മഹാരാഷ്ട്രീയൻ മട്ടൻ നല്ല ടേസ്റ്റ് കേട്ടോ, മട്ടൻ സൂക്കയൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതൊന്നും ഇന്ന് വാങ്ങിയില്ല, എല്ലാം കൂടെ ഫിഷ് കുറച്ച് ഓവറായിപ്പോയി. അത് കഴിച്ചപ്പോൾ തന്നെ പിന്നെ ആർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ ട്രൈ ചെയ്യാൻ പറ്റിയ മഹാരാഷ്ട്രീയൻ ഫുഡുകളുണ്ട്. മട്ടനാണ് മെയിനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ. അവരുടെ സ്പൈസസ് ഒക്കെ ഭയങ്കര ഇതാണ്, കോലാപുരി മസാലയൊക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഭയങ്കര വെറൈറ്റിയാണ്, മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു, ഫുഡ് അടിപൊളിയായിരുന്നു. ഫിഷ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുംബൈയിൽ ആരെങ്കിലും മാൽവൻ തടുക്ക പോയിട്ടില്ലെങ്കിൽ പോവാം. ഇത് എത്ര സ്ഥലത്തുണ്ട്, 15 ബ്രാഞ്ച് ഉണ്ട് ഇവർക്ക്. ബാംഗ്ലൂർ ഒന്നുണ്ട്, അതെവിടെയെന്നൊക്കെ അറിയില്ല. നമ്മുടെ ഇവിടെ ഖാർഗറിൽ നല്ല ആംബിയൻസ് ആട്ടോ. ആക്ച്വലി ഇവിടെ 1-2 സ്ഥലത്ത് പോയേക്കാളും കുറച്ചും കൂടെ നല്ല ആംബിയൻസ് ആണ് ഈ ഏരിയയിൽ, ഖാർഗറിലുള്ള ഹോട്ടൽ. പിന്നെ താനെ ഹിരാനന്ദാനി അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത്രയും ഡീറ്റെയിലായി പറയാൻ കാരണം എന്താ പറയുക, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട്, നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് വന്ന് താമസിക്കുന്നവരുണ്ട്. അറിയോ, നമ്മൾ ഈ പറയുന്ന ഖാർഗർ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള സ്ഥലത്ത്. ഇപ്പോൾ അടുത്തൊരു ചെന്നൈയിൽ നിന്നൊരു നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ട് ഇവിടെ ഖാർഗർ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് കുറച്ചും കൂടി എളുപ്പമായി ചെന്നൈയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ എന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് ഇത് ഉപകാരമാണെന്നുള്ളത് അവർ ഡയറക്റ്റ് വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോട്ടലായാലും സ്ഥലങ്ങളായാലും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ പേർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് കഴിച്ച് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ നമുക്ക് പോവാൻ. മഴക്കാറ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈദ് അടിപൊളിയായിട്ടാണ്. മഴ ഇങ്ങനെ മഴക്കൊരു പിശുക്ക് അല്ലേ, വൃത്തിയായിട്ട മഴ. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മയും പറയണ്ട അവിടെ നല്ല ചൂടാണ്, മഴയില്ല, ഒന്നുമില്ലെന്ന്. മഴയ്ക്ക് എന്തോ ഒരു മടി. ഇപ്പോഴും എന്താ പറയാ, AC ഇട്ട് കിടക്കേണ്ട അവസ്ഥയാണ്. അതായത് ആ ഒരു ക്ലൈമറ്റ് മാറില്ല. അതിന് മാത്രം മഴ ഇല്ല. 5 ദിവസമായി മഴ പെയ്തിട്ട്. ഇപ്പൊ വരുന്ന വിചാരിച്ച് വരും, പിന്നെ അങ്ങനെ വെയിലാവും. ഒന്ന് മഴ അങ്ങോട്ട് മുഴുവൻ സംതൃപ്തിയായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഒരു സാധനം കൂടെ കഴിക്കാൻ പോകുന്നുണ്ട്. ഇനിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മുംബൈയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാം, കാരണം മുംബൈയിൽ ഒരുപാട് സ്ഥലത്തുണ്ട് തോന്നുന്നു അവരുടെ. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇറങ്ങിയ സ്ഥലം എന്താണെന്ന് അറിയോ? ഇതാണ് പാൻ. എന്താണ് സൗണ്ട്? പാൻ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ സാധാരണയുള്ള പാനാണെന്ന്. അല്ല, ഇത് മീഠാ പാൻ. ഇവിടെയൊക്കെ കിട്ടുന്ന മീഠാ പാനാണ്. പക്ഷെ ആ മീഠാ പാനും അല്ല, ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പാനാണ്. ഭയങ്കര മീഠാ പാനാണ്. സത്യമാണ്, ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ അങ്ങനത്തെ പാനൊക്കെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ തുപ്പാൻ തോന്നും,
കയറി വരും, അങ്ങനെ പാത്രം കഴിക്കില്ലേ, ഇത് അങ്ങനെ ഒരു ഫീൽ നല്ല സാധനങ്ങളല്ല. അതായത് ആർക്കും കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധനങ്ങൾ. നമ്മൾ നന്നായി തടിയിലോട്ട് കുഴപ്പമില്ല, അല്ലാത്തവരുടെ പറന്ന് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷേട്ടനെ പിടിക്കാവുന്നത് നമുക്ക് പോയേക്കാം. എൻ്റെ ഫേവറേറ്റ് പാനയാണ്, അങ്ങനത്തെ ഫ്ലേവേഴ്സാണ് ഞാൻ പറഞ്ഞത്. അതും അപ്പം മാംഗോ പാനില്ല, അത് കഴിഞ്ഞു പോയി. ഭയങ്കര തിരക്കായിട്ട് ആൾക്കാർ വന്നിട്ട് എങ്ങനെ അറിയാം. അപ്പോൾ നമ്മൾ ഈ പായസമൊക്കെ ഓർഡർ ചെയ്യണ പോലെ ഇവിടെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഇവിടെ വന്ന് 100-150 പാനുകളൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുപോകും. കാരണം ഇങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാനുകൾ ഇങ്ങനെ വെക്കാൻ. അപ്പോൾ ഇതുപോലെയാണ് വരിക, നമ്മൾ സാധാരണ കാണുന്ന പാന് പോലെ അല്ല കേട്ടോ. ഒരു മിനിറ്റ് കണ്ടോ, ഇങ്ങനെയാണ്. നമുക്ക് സ്പൂണായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, അതിങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് കണ്ടോ ഒന്നാകെ ഇങ്ങനെ വരും. ജസ്റ്റ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ വരും. ഇതിൻ്റെ നടുവിലാണ് ആ പാന്. ബാക്കിയൊക്കെ ഇത് വാനിലയാണ് രമേശേട്ടൻ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഈ പാന് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നല്ല സുഖമുള്ള സാധനങ്ങളാണ് രമേശേട്ടൻ കഴിച്ചത്. ഞാൻ പിസ്ത ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാ. മലായി ട്രൈ ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് ട്രൈ ചെയ്തു, മാംഗോ ട്രൈ ചെയ്തു, ഇപ്പം വാനില, പിസ്ത. പിന്നെ അതിൻ്റെ ഉള്ളിൽ അയ്യാ എൻ്റെ പിസ്ത പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഞാൻ പെട്ടു ദൈവമേ. ഏത് നേരത്താണോ പിസ്ത വാങ്ങുന്നത്? നിങ്ങളെങ്ങനെ പറയണേ? ഇതാണ് എൻ്റെ പിസ്ത. മറ്റേ പാൻ എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ, അതിൻ്റെ ആ ഒരു ചവർപ്പ്. ഇതല്ല. അപ്പോൾ നമ്മളിത് തലേ ദിവസം നമ്മൾ ഐക്കിയയിലും കുറച്ച് സ്ഥലങ്ങൾ ഫേർണിച്ചറൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനിങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ മുടി കണ്ടോ നല്ല കേളിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് ഇത് പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേസ് കംപ്ലീറ്റ് ഇത് തന്നെയാണ്. ഒരു ദിവസം പോലും നമുക്ക് ഒഴിവില്ലാതെ നമ്മളിങ്ങനെ നടക്കലാണ് ശരിക്കും പറഞ്ഞാൽ പണി. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ആദ്യം നമ്മൾ വന്നത് വാശിയിലുള്ള പാം ബീച്ച് ഗാലറി, അവിടെ ഒരു ഫേർണിച്ചർ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൻ്റെ പേര് ഞാൻ വീഡിയോ എടുത്തുണ്ടോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്ത് സ്റ്റോർ എന്നുള്ളതാണ്. ഇത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ഇന്ത്യൻ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ത്യൻ തീമിൽ വീട് വെക്കണം എന്നുള്ളത്. പക്ഷെ അത് നടന്നില്ല സംഭവം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നാട്ടിലുള്ള വീടും എല്ലാം ഒരു ഇന്ത്യൻ തീമാണ്. അപ്പോൾ രമേശേട്ടന് കുറച്ചും കൂടെ ഒരു മോഡേൺ ടച്ചുള്ള വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഓൾറെഡി അങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഇല്ലാത്തൊരു ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിയത്. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നും ഇങ്ങനത്തെ സാധനങ്ങളോടൊരു ഭയങ്കര ക്രേസാണ്. അതായത് ഈ വുഡൻ സംഭവങ്ങളും മെയിൻ്റനൻസ് കുറച്ച് കൂടുതലാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വുഡനായാലും കാര്യങ്ങളായാലും ഒക്കെ ബുദ്ധിമുട്ടാണ് മഴക്കാലത്തും ഒക്കെ. ഇതിപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്നും ഉണ്ട് എനിക്ക് ഇങ്ങനൊരു സെൽഫി എടുക്കൽ കേട്ടോ മിററിൻ്റെ മുന്നിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ കണ്ടോ ഈ ഒരു കിളിവാതിൽ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സോഫാസ്, ഇങ്ങനത്തെ കൂടുതൽ ഇങ്ങനത്തെ മെറ്റീരിയൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ എന്താ പറയുക ഫ്രെയിംസും ഒക്കെ വീട്ടിൽ വയ്ക്കാൻ പക്ക ഇന്ത്യൻ സാധനങ്ങൾ. എന്നാലും കുറച്ച് സോഫയും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എപ്പോഴാണ്, കാരണം അവസാന നിമിഷം നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളതൊന്നും എടുത്ത് ഓടേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഏതാണ് വേണ്ടത്, കളറ് കസ്റ്റമൈസ് ചെയ്യണോ, അതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഈ സ്റ്റോർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ക്ലോക്കായാലും ഇങ്ങനത്തെ സാധനങ്ങളായാലും ഒക്കെ ഒരു പക്ക ഒരു എസ്തെറ്റിക് ലുക്ക് എന്നൊക്കെ ആണെങ്കിൽ പറയാമല്ലേ, അങ്ങനത്തെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കൊണ്ടുവരാനൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി അതിന് ശേഷം അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടാനില്ല, എന്നാലും ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ മിറർ ക്ലോക്ക് ഇങ്ങനത്തെയൊക്കെ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. കാരണം അത് കുറച്ച് എല്ലാ വീട്ടിലും എല്ലാ ടൈപ്പ് ഓഫ് വീടിനും പറ്റിയതാണല്ലോ. നല്ല നല്ല വെറൈറ്റി ക്ലോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 ഫോട്ടോ ഒക്കെ എനിക്ക് മിത്തുക്കുട്ടിയോട് എടുത്ത് തരാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഐക്കിയയിൽ പോയി. ഐക്കിയയിലും ഇത് പറഞ്ഞ പോലെ 1-2 ഫർണിച്ചറും കാര്യങ്ങളും. ഐക്കിയ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ബഡ്ജറ്റിനുള്ളതായാലും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അവിടെ കിട്ടും കേട്ടോ. അതായത് ഈ ചോട്ടമുട്ട ഇനി എന്തായാലും ഐക്കിയയ്ക്ക് വരണം. കിച്ചൺ ഐറ്റംസും കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റൊക്കെ വാങ്ങാൻ എന്തായാലും വരണം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വേറെ ദിവസം കാണാം കേട്ടോ. ബൈ.